മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി പ്രകാശനം ചെയ്തു. കവി PK ഗോപിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മനോജ് തെക്കേടത്തിന്റെ കവിതാ സമാഹാരം വീട് വരയ്ക്കുന്ന കുട്ടി കവി PK ഗോപി പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് പുസ്തകം ഏറ്റുവാങ്ങി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം 51 അക്ഷരങ്ങളാണ് ആയുധങ്ങളെന്ന് PK ഗോപി പറഞ്ഞു. അക്ഷരത്തെ പൂജിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അക്ഷരത്തെ പൂജിക്കുന്നവർ, ആയുധത്തെ പൂജിക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ആയുധത്തെ പൂജിക്കണം, പക്ഷെ അത് കൃഷിക്കുള്ള ആയുധത്തെ കുറിച്ചാണ് പറയുന്നത്, മാരകായുധത്തെ കുറിച്ചല്ല, ജീവനെടുക്കുന്ന ആയുധത്തെ കുറിച്ചല്ല പറയുന്നത്. ജീവൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആയുധമുണ്ടാകും, അത് ആശയത്തിൽ നിന്ന് രൂപാന്തരപ്പെടുന്നതാണ്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതുകാലം തുടങ്ങിയതാണ് ഈ ഭാഷ കൊണ്ടുള്ള പ്രയോഗ സൗകുമാര്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ്. ഒട്ടും സമയം കളയാനില്ല നമുക്ക് സത്യത്തിൽ. കവയിത്രി ഡോക്ടർ ആര്യ ഗോപി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സാഹിത്യനഗരം നോഡൽ ഓഫീസർ AK സരിത, സാംസ്കാരിക വേദി രക്ഷാധികാരി MA ജോൺസൺ, സാഹിത്യ പബ്ലിക്കേഷൻസ് മാനേജിംഗ് എഡിറ്റർ സുദീപ് തെക്കേപ്പാട്ട്, ചിത്രകാരൻ റോയ് കാരാത്ര, മോഹനൻ പുതിയോട്ടിൽ, സുഗന്ധി AV, നോബി ബെൻഡക്സ്, രാധിക ദീപക്, മനോജ് തെക്കേടത്ത് എന്നിവർ സംസാരിച്ചു. മലയാള മനോരമ കോഴിക്കോട് യൂണിറ്റിലെ അസിസ്റ്റന്റ് എഡിറ്ററാണ് മനോജ് തെക്കേടത്ത്. മലാപ്പറമ്പ് മൊണാസ്ട്രി ഓഫ് ലവിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.